ഹലോ ഫ്രണ്ട്സ്, അനയാസ് ഡ്രീം വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഷിംലയിൽ കുഫ്രിയിലോട്ട് പോകുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. നമ്മൾ പാർട്ട് 1 ഡൽഹി ടു ഹിമാചൽ പ്രദേശ് ഷിംലയിലോട്ട് വന്ന ഒരു വ്ളോഗ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ഹിമാചൽ പ്രദേശ് ഷിംലയിൽ കുഫ്രി എന്നിടത്ത് പോകുന്നതിൻ്റെ ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പം നമ്മൾ രാവിലെ തന്നെ റൂം വെക്കേറ്റ് ചെയ്ത് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ യാത്ര തിരിച്ചു. നല്ല രാവിലെ ഒരു 9 മണിയായപ്പോഴാണ് നമ്മൾ ഇറങ്ങിയത് കേട്ടോ. കാരണം ഫോഗായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കുറവ് വന്നിട്ടാണ് നമ്മൾ ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ എന്നിട്ട് നല്ല ഫോഗും തണുപ്പും ഒക്കെ ഉണ്ടായിരുന്നു. പോകുന്ന വഴി നല്ല തണുപ്പും തണുത്ത കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വെയിൽ വരുന്നിടം വരെയും തണുപ്പായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ യാത്ര പുറപ്പെട്ടു. അപ്പം നല്ല സ്ഥലമാണ് കേട്ടോ. കാരണം ഒരു സൈഡ് മൊത്തം ഫ്ലാറ്റും മലയും ഒക്കെ ആണെങ്കിൽ ഒരു സൈഡ് നല്ല കൊക്കയും ഒക്കെയാണ്. നമ്മളൊരു ചെറിയൊരു ടണൽ കയറി ഇറങ്ങിയിട്ട് ചെറിയൊരു ടണലായിരുന്നു കേട്ടോ. ടണൽ കയറി ഇറങ്ങി. അപ്പം നല്ല തിരക്കുണ്ടായിരുന്നു. കാരണം ടൂറിസ്റ്റിൻ്റെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഈ ടൈമൊക്കെ ഈ സീസൺ ആയതുകൊണ്ട് കുഫ്രിയിലോട്ട് പോകുന്നതിൻ്റെ ടൂറിസ്റ്റിൻ്റെ ഒക്കെ നല്ല തിരക്കുണ്ടായിരുന്നു സീസൺ ആയതുകൊണ്ട്. ഇത് നമ്മൾ ഒരിടത്ത് വണ്ടി നിർത്തിയിട്ട് എടുത്തൊരു വ്യൂ ആണ് കേട്ടോ. അത് എന്നാണ്ട് ആ മലയൊക്കെ കണ്ട് അങ്ങേ അറ്റമൊക്കെ ഒരു പൊട്ടുപോലെയൊക്കെ കാണുന്നത് ചെറിയ ഗാവാണ്, അതായത് വില്ലേജാണ് കേട്ടോ. അപ്പോൾ വീടുകളാണ് ആ കാണുന്നതെല്ലാം. അപ്പോൾ എന്താണ് നമ്മൾ ദൂരെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു വെള്ള പൊട്ട് ഇങ്ങനെ കുത്തി വെക്കുന്നതായിട്ടേ നമുക്കത് കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ അതാണ്ട് നല്ല മരങ്ങളും ഒക്കെ ഉണ്ട്. 2 സൈഡിലും നല്ല മരങ്ങൾ. ഈ മരത്തിന് പറയുന്ന ചീട്, കൂടുതലും ഇവിടെ ചീട് മരങ്ങളാണ്. അതപ്പോൾ ഇവിടെ ഫർണിച്ചറൊക്കെ പണിയാനൊക്കെ ഉപയോഗിക്കും കേട്ടോ. ഈ പാറയൊക്കെ പൊട്ടിച്ചാണ് ഈ റോഡൊക്കെ ആക്കിയത് കേട്ടോ. അപ്പോൾ റോഡ് പണിയൊക്കെ ഇടയ്ക്ക് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ നല്ല തിരക്കും ബ്ലോക്കും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരുപാടടുത്ത് നമ്മൾ ബ്ലോക്കിൽ പെട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അപ്പോഴത്തേക്കും നമുക്ക് വെയിൽ വന്നു തുടങ്ങിയിരുന്നു കേട്ടോ. അപ്പോൾ വെയിൽ വന്നു തുടങ്ങി. അപ്പം നമ്മൾ അടുക്കാറാവും തോറും ഇതുപോലെ നല്ല മഞ്ഞൊക്കെ കിടപ്പുണ്ട്. അതുപോലെ തന്നെ വെയിലുണ്ടായതുകൊണ്ട് കുറച്ച് മഞ്ഞൊക്കെ ഉരുകി ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വണ്ടിയൊക്കെ സ്ലിപ്പാവുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ മെയിൻ കുഫ്രിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടുന്നാണ് നമ്മളിനി ഈ മെയിൻ സ്ഥലത്തു നിന്ന് കുഫ്രിയിൽ നിന്ന് നമ്മൾ ന്യൂ കുഫ്രിയിലോട്ട് നമ്മൾ 7 കിലോമീറ്റർ യാത്രയുണ്ട് കേട്ടോ. അത് നമ്മൾ വേറൊരു പ്രൈവറ്റ് വണ്ടികളൊന്നും അവിടോട്ട് കയറ്റി വിടില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് തന്നെ വേറൊരു വണ്ടിയിലാണ് നമ്മൾ ഈ ന്യൂ കുഫ്രിയിലോട്ട് പോകുന്നത്. അപ്പം അതിന് നമ്മുടെ കയ്യിൽ നിന്ന് ചാർജ് ആയത് 3000 രൂപയാണ് കേട്ടോ. ഈ വണ്ടിയിൽ അങ്ങോട്ടാക്കുന്നതിന് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചത്. നമ്മൾ ഡ്രസ്സും മറ്റു കാര്യങ്ങളും ഒന്നും വാടകയ്ക്ക് എടുത്തില്ല കേട്ടോ, റെൻറ്റിന് എടുത്തില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ വണ്ടിയുടെ പൈസ മാത്രം, അത് 3000 രൂപയാണ് 7 കിലോമീറ്റർ നമ്മൾ പോകുന്നതിന്. അതിൽ 1 കിലോമീറ്റർ നമുക്ക് ഹൈ റേഞ്ച് ആണ് കേട്ടോ. കാരണം കുറച്ച് റിസ്ക് ആണ്, മഞ്ഞ് കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ സ്ലിപ്പാവുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് 3000 രൂപയാണ് കേട്ടോ വാങ്ങിച്ചത്. അങ്ങനെ പിന്നെ നമ്മൾ ഈ ഓൾഡ് കുഫ്രി എന്ന് പറയുന്നതും ഉണ്ട് കേട്ടോ. അത് അഡ്വഞ്ചറായിട്ടുള്ള കാര്യങ്ങൾ അവിടെ. അപ്പം നമ്മൾ അവിടോട്ട് പോയില്ല, അതിന് വേറെയാണ് കേട്ടോ ചാർജൊക്കെ. അപ്പം നമ്മൾ ഇവിടെ കുഫ്രിയിൽ വന്ന് ഇറങ്ങി നമ്മൾ വേറൊരു വണ്ടിക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് അവർ തന്നെ നമുക്ക് വേറൊരു വണ്ടി ഏർപ്പാട് ചെയ്ത് തരും കേട്ടോ. അപ്പം നമുക്ക് അവർ ഏർപ്പാട് ചെയ്ത വണ്ടിയാണിത്. അപ്പം നമ്മൾ ഇതിലാണ് പിന്നെ ഉള്ള യാത്ര. അപ്പം നമ്മൾ ഷിംലയിൽ നിന്ന് കുഫ്രിയിലോട്ട് 35 കിലോമീറ്റർ ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടാണ് അവിടെ നിന്ന് ന്യൂ കുഫ്രിയിലോട്ട് 7 കിലോമീറ്റർ. അതിൽ 1 കിലോമീറ്ററാണ് ഹൈ റേഞ്ച്. അത് ഇച്ചിരി റിസ്ക് ഉള്ള ഇതാണ്. കാരണം സ്ലിപ്പാവുന്നുണ്ടായിരുന്നു, മഞ്ഞ് കിടക്കുന്നത് കൊണ്ട് തന്നെ സ്ലിപ്പാവുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോകുന്തോറും നല്ലപോലെ മഞ്ഞൊക്കെ കിടപ്പുണ്ട്. വണ്ടിയിലും ഒക്കെ മഞ്ഞ് മൂടി കിടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ വണ്ടിയൊക്കെ സ്ലോ ആയിട്ടൊക്കെയാണ് പോകുന്നത്, ബ്ലോക്കായിട്ട് പയ്യെയാണ് പോകുന്നത്. കാരണം സ്ലിപ്പാവുന്നത് കൊണ്ടായിരിക്കും. നമ്മൾ ആ വണ്ടി ഓട്ടിക്കുന്ന വ്യക്തിയാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത് കേട്ടോ, ഇടയ്ക്ക് സ്ലിപ്പാവുന്നുണ്ട് വണ്ടി എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഇങ്ങനെ ഇരിക്കുകയാണ്. കാരണം നമ്മൾ നല്ലതുപോലെ ക്ഷീണിച്ചായിരുന്നു. കാരണം അവിടെ കുഫ്രിയിൽ വന്ന് നമ്മൾ ഈ വണ്ടിയിലോട്ട് കയറാൻ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ നല്ലതുപോലെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ മഞ്ഞൊക്കെ കണ്ടപ്പോഴാണ് അവരൊന്ന് ഓക്കെ ആയത് കേട്ടോ.
അങ്ങനെ നമ്മൾ അവിടെ നിന്നേ കുറച്ച് ആ റിസ്ക്കാണ്, ഞാൻ 1 കിലോമീറ്ററോളം റിസ്ക് ഉണ്ടെന്ന് പറഞ്ഞ് ഹൈ റേഞ്ചിലൂടെ പോകുന്നതാണ്. ഈ ഒരു റൂട്ടാണ് കേട്ടോ കുറച്ച് റിസ്ക്, കാരണം ഇപ്പുറത്തെ സൈഡ് മൊത്തം കൊക്കയാണ് കേട്ടോ. അപ്പം അറിയാലോ സ്ലിപ്പാകുമ്പോൾ അപ്പോൾ ആ ഒരു രീതിയിൽ കുറച്ച് റിസ്ക് ആയിരുന്നു കേട്ടോ. ആ 1 കിലോമീറ്റർ പോകുന്നത് ഒരു ഹൈ റേഞ്ച് കുറച്ച് റിസ്ക് ആയിരുന്നു കേട്ടോ. പക്ഷെ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു, കാരണം ഒരു സൈഡിൽ നല്ല മരങ്ങളും പച്ചപ്പും ഒക്കെ ഉണ്ടായിരുന്നു, ഒരു സൈഡിൽ നല്ല രീതിയിൽ മഞ്ഞ് മൂടി കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇത് പോകുന്ന വഴി തന്നെ ആൾക്കാർ ഇറങ്ങി നിൽപ്പുണ്ടായിരുന്നു കേട്ടോ, ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുക്കാനായിട്ട് നിൽപ്പുണ്ടായിരുന്നു. പിന്നെ എല്ലാവരുടെ ഞാൻ പറയും, ഞാൻ ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഈ കുഫ്രിയിലോട്ട് പോയതിൻ്റെ ഒരു ലൈവ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ കറക്റ്റായിട്ട് ഞാൻ എല്ലാം മൊത്ത വ്യൂ ഞാൻ അതിനകത്ത് ലൈവിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ട്, ലൈവ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, അത് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അപ്പം ആർക്കെങ്കിലും ഇതിപ്പം ഞാൻ വീഡിയോ ഇപ്പോൾ കറക്റ്റായിട്ട് എടുത്തിട്ടില്ല, അപ്പം ലൈവിൽ ഞാൻ കറക്റ്റ് വ്യൂ എല്ലാം കാണിച്ചിട്ടുണ്ട്. അപ്പം ആർക്കെങ്കിലും കാണണമെന്നുള്ളവർ നമ്മുടെ ചാനലിൽ ഒന്ന് കയറി ഒന്ന് കണ്ടേക്കണേ ആ ലൈവ് കേട്ടോ, ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചാനലിൽ. അപ്പം എന്താണ്ട് നല്ല നല്ല മഞ്ഞ് മൂടി കിടക്കുക കേട്ടോ. പിന്നെ ഇവിടെ ഒരു അമ്പലമുണ്ട്, അപ്പോൾ അവിടെയും നല്ല രീതിയിൽ മഞ്ഞ്, ഇവിടുത്തെ ഒരു അമ്പലമാണ് കേട്ടോ, ഇവിടുത്തെ ഒരു ക്ഷേത്രമാണ്. അപ്പോൾ അതും നല്ല രീതിയിൽ മഞ്ഞ് മൂടി കിടപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇതിനകത്തില്ല, അപ്പോൾ ഈ ഒരു വീഡിയോയിലില്ല, അതും ഞാൻ ലൈവിനകത്ത് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈവ് കയറി ഒന്ന് കാണണേ. അപ്പോൾ എന്താണ്ട് ആ താഴ്ചയിലോട്ടൊക്കെ ആൾക്കാരൊക്കെ നിൽപ്പുണ്ട് കേട്ടോ, നല്ല രീതിയിൽ ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നല്ല മഞ്ഞും ഒക്കെ മഞ്ഞ് വീഴുന്നും ഉണ്ടായിരുന്നു, നല്ല രീതി കണ്ടോ, മരത്തിലൊക്കെ ആ മഞ്ഞ് കിടപ്പുണ്ട് നല്ലതുപോലെ തന്നെ. അങ്ങനെ നമ്മൾ കുഫ്രി അതിൻ്റെ മെയിൻ ഗേറ്റ് കയറിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഈ വണ്ടിയിൽ നമ്മളെ ഇവിടെ അവരെ ഇറക്കിയിട്ട് പോകും കേട്ടോ. പിന്നെ അവർ ട്രിപ്പ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റുള്ളവരെയൊക്കെ. എന്നിട്ട് നമുക്കൊരു ടോക്കൺ നമ്പർ അവർ തരും. എന്നിട്ട് നമ്മളെ വിളിക്കാൻ അവർ തന്നെ വരും കേട്ടോ, താഴെ കൊണ്ടാക്കാൻ. എന്നിട്ട് ഇതൊക്കെ പൊട്ടറ്റോ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളാണ്. ഇവിടെയൊക്കെ കുറേശ്ശെ മഞ്ഞ് വീണ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ക്ഷേത്രത്തിൻ്റെ അവിടെ ഉള്ള ഒരു മഞ്ഞ് ആണ്. അവിടെ നല്ല ശരിക്കും, കാരണം അവിടെ കുഫ്രിയേക്കാൾ ഉയരം കൂടുതലാണ് ആ ക്ഷേത്രം, അതുകൊണ്ട് അവിടെ കൂടുതൽ മഞ്ഞ് വീണിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അവിടുന്ന് പയ്യങ്ങി ഇറങ്ങി. എന്നിട്ട് നമ്മൾ കുഫ്രിയിൽ തന്നെ ഒരു റൂം എടുക്കുകയാണ് ചെയ്തത് കേട്ടോ. കാരണം നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അതുകൊണ്ട് കുഫ്രിയിൽ തന്നെ കുഫ്രിയിൽ തന്നെ കുറച്ച് നമ്മൾ കുറച്ച് ഓടിയിട്ട് നമ്മൾ അവിടെ ഒരു മുറി എടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അപ്പോഴത്തേക്കും ഞങ്ങളൊക്കെ നല്ലതുപോലെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു, കാരണം കുഫ്രിയിൽ കുറച്ച് ടൈംസ് നമ്മൾ നിന്നുപോയി, കാരണം അവിടെ വണ്ടിക്ക് വെയിറ്റ് ചെയ്തൊക്കെ നിന്നുപോയി. അതുകൊണ്ട് നമ്മൾ കിടന്ന് ഉറങ്ങി എഴുന്നേറ്റ് രാവിലെ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഇതൊക്കെ. നമ്മൾ മുറിയുടെയൊക്കെ നമ്മളപ്പോൾ മുറിയുടെ അവിടെ നിന്നുകൊണ്ട് നോക്കുമ്പോൾ ഉള്ളൊരു വ്യൂ ആണ് കേട്ടോ, മലയുടെ അവിടെയൊക്കെ. ഇവിടെ അതേപോലെ തന്നെ കുരങ്ങും ഉണ്ടായിരുന്നു, ശരിക്കും കുരങ്ങും ഉണ്ടായിരുന്നു. നമ്മളവിടെ അവിടെ ബാൽക്കണിയുടെ അവിടെയൊക്കെ വന്നിരുന്ന് കുരങ്ങ് കരയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതവിടെ അപ്പം എന്താണ് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല ഫോഗുണ്ട്. ഈ ഒരു ടൈം തന്നെ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 8 മണിയോളം ആയിട്ടുണ്ട്. എന്നിട്ടും ആ ഫോഗിനൊന്നും ഒരു കുറവുമില്ലായിരുന്നു കേട്ടോ, നല്ല ഫോഗുണ്ടായിരുന്നു അവിടെയൊക്കെ. അപ്പം നമ്മൾ അവിടുന്ന് ഒരു 9 മണിക്ക് ശേഷമാണ് നമ്മൾ അവിടുന്ന് റൂം വെക്കേറ്റ് ചെയ്ത് ഇറങ്ങിയത് കേട്ടോ. പിന്നെ നമ്മൾ ഇവിടുന്ന് പോകുന്നത് കുളു മണാലിയിലോട്ടാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഒരു വ്ലോഗ് ഞാൻ 3rd പാർട്ടായിട്ട് ഇടുന്നതായിരിക്കും. അപ്പം എല്ലാവരും വീഡിയോ കണ്ട് അഭിപ്രായം കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണം, ലൈക്ക് ചെയ്യാം, ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്.